അമ്മമാരെ തോട്ടേക്കാട് വടക്കോട്ട് കാവുശ്രീ ധർമ്മശാസ്ത്ര സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള അന്നപുണ്യം പദ്ധതിയുടെ 550-ാം ഘട്ടം ഇന്ന് സ്നേഹതീരത്ത് വെച്ച് നടത്തപ്പെടുന്നു. അന്നം സ്പോൺസർ ചെയ്യുന്നത് വടക്കോട്ട് കാവിൽ കുന്നുബംഗ്ലാവിൽ ശ്രീമതി സരോജിനി അവറുകളുടെ 1-ാം ചരമവാർഷികം പ്രമാണിച്ച കുടുംബാംഗങ്ങൾ. എല്ലാവർക്കും സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ശേഷം എല്ലാം നന്നായിരിക്കുന്നു എന്നല്ല ചെയ്ത നല്ല ദൈവമേ, ഈ ലോകം മുഴുവനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ കരവേലയിലേക്ക് നോക്കിയാൽ എത്ര അത്ഭുതാവകമാണ്. മനുഷ്യന് ആവശ്യമായത് ഓരോ കാലാവസ്ഥയും ഓരോ കാലഘട്ടത്തിൽ ആവശ്യമായ പഴങ്ങൾ ഭക്ഷണങ്ങൾ എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. നല്ല ദൈവമേ, ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു. ഇന്നേ ദിനം ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, ഇന്ന് അന്നപുണ്യം പദ്ധതിയുടെ 550-ാം ഘട്ടം സേവാസമിതിയുടെ ഇവിടെ പൂർത്തിയാകുമ്പോൾ എത്രമാത്രം വലിയ കരുണയാണ്, എത്രമാത്രം വലിയ കൃപയാണ് സേവാസമിതിയിലൂടെ അങ്ങ് നൽകിയിരിക്കുന്നത്. അനേകം മക്കൾക്ക് വിശപ്പിൻ്റെ വില അറിയുവാൻ, അനേകം മക്കൾക്ക് അന്നം കൊടുക്കുവാൻ, വിദ്യാഭ്യാസ സഹായം നൽകുവാൻ, പാഠപുസ്തകങ്ങൾ നൽകുവാൻ, ചികിത്സാ സഹായം നൽകുവാൻ, ഞങ്ങളെപ്പോലെ ആനന്ദതീരം, കരുണാലയം, അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുവാൻ, അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ചെയ്യുവാൻ സേവാസമിതിക്ക് സാധിച്ചു. നല്ല ദൈവമേ, ഈ 550-ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇന്നോളം ഈ 550 ഘട്ടത്തിലും സഹായിച്ച സ്പോൺസേഴ്സിനെയും കുടുംബത്തെയും ഇതിന് പിന്നിൽ അധ്വാനിച്ച ദിൻസാറിനെയും രംഗൻ സാറിനെയും ബിജു സാറിനെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഈ സമയം സുഖമില്ലായിരിക്കുന്ന രംഗൻ സാറിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എത്രയും വേഗം അസുഖം ഭേദമാക്കി ആരോഗ്യസ്ഥിതിയിലേക്ക് കടന്നു വരുവാനുള്ള വഴികൾ വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമതി സരോജിനി അവരുടെ 1-ാം ചരമവാർഷികം പ്രമാണിച്ചാണ്. സരോജിനി അമ്മയുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെയൊക്കെ സരോജിനി അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം കരുണാമയനാണ്. കരുണാമയനായ തമ്പുരാൻ അതൊക്കെ ക്ഷമിച്ച് അമ്മയുടെ ആത്മാവിനെ ദൈവം തമ്പുരാൻ്റെ വലത്തുവശത്തായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിതകാലത്ത് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ എത്രമാത്രം ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അധ്വാനങ്ങളൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.